നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പേര് കേട്ടിട്ട് കേരളം ഇത്രയധികം ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പേര് പി വി അൻവർ എന്ന് തന്നെ ആയിരിക്കും. കേരളത്തിൽ ഇത്രയധികം ചിരി പടർത്തിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല. ഒരുപക്ഷെ നമുക്കറിയാവുന്ന ഇ കെ നയനാർ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ജനങ്ങളോടുള്ള സംസാര രീതിയുമൊക്കെ ജനങ്ങൾക്കിടയിൽ നർമ്മത്തിൻ്റെ മൊഴിമുത്തുകൾ വാരി വിതറുന്ന ഒന്നായിരുന്നു. അത് അദ്ദേഹം വളരെ രസകരമായി ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയത്തെ പോലും നമ്മുടെ ഇ കെ നയനാർ വളരെ സരസമായി ചിരിച്ചുകൊണ്ട് ലളിതമായി അവതരിപ്പിക്കുന്ന ഒരുപക്ഷെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും, അതിൽ രാഷ്ട്രീയമില്ലാതെ പലരും ഇ കെ നയനാർ നടത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ വേദികളിൽ പോയി ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അത് ഇ കെ നയനാർ. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ഇന്ന് സ്വന്തം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ, വളരെ ഗൗരവതരമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ പേര് പി വി അൻവർ എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് ചിരി ഉണ്ടാകുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ പി വി അൻവറിന് മാത്രമാണ് ഗൗരവമായിട്ടുള്ളത്, ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു കോമഡിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നമുക്കൊട്ടും ബോധിക്കാത്ത ചില രാഷ്ട്രീയ നിലപാടുകളാണ്. പലയിടങ്ങളിലും ഉള്ളവരെ പിടിച്ചു കയറ്റി ഒരു മുന്നണി ഉണ്ടാക്കുക. ഈ വഴിയെ പോകുന്ന ഒരു കേസ് പ്രൈവറ്റ് ബസ് പോലെയാണ്. അതിനകത്തേക്ക് ആളെ വിളിച്ച് കയറ്റുക, ഒരു സ്ഥലം എത്തിക്കഴിയുമ്പോൾ പി വി അൻവർ ഇറങ്ങി അങ്ങ് പോവുക, എന്നിട്ട് ബാക്കിയുള്ളവരോട് നിങ്ങൾ അങ്ങ് പൊക്കോളൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഈ രീതിയാണ് പി വി അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഇടതുപക്ഷ അനുഭവത്തോടു കൂടി MLA ആയിട്ടിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്തിന് അദ്ദേഹം കൂട്ടുനിന്നില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ പറയുന്ന കരിപ്പൂർ വഴി ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്ന കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സ്വർണ്ണക്കടത്തിന് ഈ സർക്കാരും ഈ പറയുന്ന മുഹമ്മദ് റിയാസും കൂട്ടുനിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായിസവും മരുമോനിസവും എന്ന് പറയുന്ന വലിയ രണ്ട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സ്വയമേവ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ ബേപ്പൂരിലേക്ക് എത്തുന്നു. ബേപ്പൂരിൽ ഏറെക്കുറെ തോൽവി ഉറപ്പിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഉടനെ രാഷ്ട്രീയ മാറ്റം, അതായത് ഞാനൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ കാലുവാരി, സത്യം പറയാൻ ദീദി പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം. ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് കേട്ടുകൊണ്ട് കേരള കോൺഗ്രസിൽ നിന്ന് ചാടിപ്പോയ സജി മഞ്ഞക്കടമ്പിൽ അടക്കം ഇപ്പോൾ വാവുത്തിയിരുന്ന് കരയുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പി വി അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഒരിക്കലും പാഠമാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ പി വി അൻവർ ഇപ്പോൾ എന്താ പറയുക, പുതിയൊരു റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ റിയൽ ലെഫ്റ്റ്? അവിടെയാണ് രസകരമായൊരു കാര്യം. പാർട്ടിയിൽ നിന്ന്, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന്, അല്ലെ ഇടത് പാർട്ടികളിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന വിമതന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട്, കാര്യം അവർക്ക് ചില അസ്വസ്ഥതകൾ പാർട്ടിക്കുള്ളിലുണ്ടത്രേ, അപ്പോൾ അത്തരക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനാണ് ഉദ്ദേശം. പ്രധാനികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജി സുധാകരൻ വലിയ നേതാവാണ്, പിന്നെ TK ഗോവിന്ദൻ മാസ്റ്റർ വലിയ നേതാവാണ്, വി കുഞ്ഞികൃഷ്ണൻ വലിയ നേതാവാണ്, ഈ സുരേഷ് കുമാർ പിന്നെ ഇപ്പം മത്സരിച്ചു, പിന്നെ PK ശശി വലിയ നേതാവാണ്. അപ്പോൾ ഇത്തരം നേതാക്കന്മാരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി CMP പോലെ ഒരു പാർട്ടി ഉണ്ടായി, RMP പോലെയുള്ള പാർട്ടി ഉണ്ടായി, അങ്ങനെ JSS പോലെ ഒരു പാർട്ടി ഉണ്ടായി. അപ്പോൾ ഇവർക്കെല്ലാം നമുക്ക് അറിയാവുന്നതുപോലെ CMP രൂപീകരിച്ചത് പി വി അൻവർ അല്ല എന്ന് നമുക്കറിയാം. CMP രൂപീകരിച്ചത് MV രാഘവൻ എന്ന് പറയുന്ന ഒരു ശക്തനായ ഇടതുപക്ഷ നേതാവായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കാര്യം അദ്ദേഹം ഒന്ന് വിളിച്ചാൽ, ഒന്ന് വിരലെ ഞൊടിച്ചാൽ ഇവിടെ ഓടി വരാൻ നിരവധിയായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു MVRൻ്റെ. അതാണ് MVR എന്ന് ഇപ്പോഴും സഖാവ് MVR എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ MV ഗോവിന്ദ മാഷ് MVRനോടൊപ്പം പോകാൻ തയ്യാറായി നിന്നതാണ്. അന്ന് ഈ ശ്യാമള ടീച്ചർ, ഇപ്പോൾ തളിപ്പറമ്പിൽ മത്സരിച്ച ശ്യാമള ടീച്ചർ തന്നെയാണ് പറഞ്ഞത് MV ഗോവിന്ദനെ ആ ഉദ്യമത്തിൽ നിന്ന് വിലക്കിയത്. ഏറ്റവും കൂടുതൽ MVRൻ്റെ രാഷ്ട്രീയ മാന്യതയുണ്ടായിരുന്നു. ഗോവിന്ദ മാഷിനോട് പറഞ്ഞു, നീ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് അങ്ങനെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ തന്നെ തുടരൂ എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദ മാഷിനെ നിയന്ത്രിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട്. പിന്നെ RMP എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് KK രമയെ അടർത്തി മാറ്റിക്കൊണ്ട് KK രമയെ കൂടെ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശവും പ്രാഥമിക ചർച്ചകൾ നടന്നു അത്രേ. അപ്പോൾ അതിനിടയ്ക്ക് JSS എന്ന് പറയുന്ന രൂപീകരിച്ചത് KR ഗൗരിയമ്മ എന്ന് പറയുന്ന അതിശക്തയായ വനിതാ നേതാവാണ് ഒരുപക്ഷെ JSS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പോകുന്നത്. അപ്പോൾ ഇവരുമായിട്ടൊന്നും കിടപിടിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പി വി അൻവർ. ആ പി വി അൻവറാണ് ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ രസകരമായ കാര്യമാണ്. പിന്നീട് വേറൊരു കാര്യം, അപ്പോൾ ഇതിൽ KK രമയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പി വി അൻവർ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുന്നവരെല്ലാം
ഒരുപക്ഷെ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരാണ്. കാരണം ഇനി ഒരു പാർലമെന്ററി വ്യാമോഹം വെച്ച് പുലർത്താൻ പോലും ശേഷിയില്ലാത്തവരോ അല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്തവരോ പാർട്ടിയുടെ ഈ പറയുന്ന നയങ്ങൾക്കനുസരിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടവരുമാണ്. എന്നുവെച്ചാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരുമാണ് ഈ PV അൻവർ കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയുന്നവരെല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ M സ്വരാജിനെ കൊണ്ടുപോയാൽ ഒരു പക്ഷേ പാർട്ടിക്ക് നഷ്ടമുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ വസീഫിനെ കൊണ്ടുപോയാൽ നഷ്ടമുണ്ടാവും. സ്പീക്കർ സനോജിനെ കൊണ്ടുപോയാൽ നമുക്ക് നഷ്ടമുണ്ടാവും. പിന്നെ ശിവപ്രസാദിനെ കൊണ്ടുപോയാൽ നമുക്ക് നഷ്ടമുണ്ടാവും. ഇനി അതല്ല നമ്മുടെ ഷംസീറിനെ കൊണ്ടുപോയാൽ നഷ്ടമുണ്ടാവും. MP രാജേഷ് പോയാൽ നഷ്ടമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പറ്റം നേതാക്കൾ ഇവരെ കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ, മുതിർന്ന സഖാക്കന്മാർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്തുന്ന നേതാക്കന്മാരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ്. ഒരു പാർലമെന്ററി വ്യാമോഹമൊന്നും അവർക്കിനി അവകാശപ്പെടാനോ ആഗ്രഹിക്കാനോ കഴിയാത്ത ഒരു പ്രായത്തിലേക്ക് ആ നേതാക്കന്മാരിലെ എത്തിച്ചേർന്നിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ കായംകുളത്ത് നിന്ന് മത്സരിച്ച നമ്മുടെ പ്രതിഭ ആ ലിസ്റ്റിലുണ്ട്. പ്രതിഭയൊക്കെ എന്തിനാണ് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രതിഭ പാർട്ടിയിൽ ഒട്ടും അസ്വസ്ഥത അനുഭവിക്കുന്നില്ല. പാർട്ടിയിൽ ഇതാ 3-ാം തവണയും മത്സരിക്കാൻ ഇറങ്ങിയ ഒരു വനിതാ നേതാവാണ് പ്രതിഭ. ഇത്തവണ വിജയിച്ച് ഇടതുപക്ഷം ഭൂരിപക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കായംകുളത്ത് നിന്നൊരു മന്ത്രി ഉണ്ടാകും പ്രതിഭയിലൂടെ. അപ്പോൾ അത്രത്തോളം പാർട്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു വനിതാ നേതാവാണ് പ്രതിഭ. അപ്പോൾ അവരും പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ എന്ത് മണ്ടത്തരം വേണമെങ്കിലും വിളിച്ചു പറയാം. ഇപ്പോൾ തല മുട്ടയടിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് റിയാസിനെ വെല്ലുവിളിക്കുകയാണ്. റിയാസ് പ്രസ് ക്ലബ്ബിൽ വന്നിരുന്നിട്ട് പറയണോ അത്രേ, എന്താ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു, തോറ്റു കഴിഞ്ഞാൽ മുട്ടയടിച്ച് ഞാൻ മാനാഞ്ചിറ സ്ക്വയറിലൂടെ നടക്കാം എന്ന്. എന്തൊരു നാണക്കേടാണ് PV അൻവർ. PV അൻവറിന് അങ്ങനെ വെല്ലുവിളിക്കാൻ തക്ക ഒരാളാണോ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ? ആ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയാണെന്നേ. PV അൻവറിന് എന്ത് വേണേ ആകാം. നിങ്ങൾക്ക് തലമുട്ടയടിക്കാം, പാതി മുട്ടയടിക്കാം, പുള്ളി കുത്താം, കഴുതപ്പുറത്ത് കയറി പോവാം, ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചുകൊണ്ട് പാളയത്തോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ നിങ്ങൾ ബാലിശമായി ഉയർത്തിക്കൊണ്ടുപോകും. നിങ്ങൾ ബാലിശമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ മാത്രം ബാലിശമായ മനസ്സല്ല മുഹമ്മദ് റിയാസിൻ്റേത്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയാണ്. PV അൻവറിന് എന്തുമാകാം. കാരണം ഒരു പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് DIC-യിലേക്ക് പോവുകയും DIC-യിൽ നിന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് വരികയും പിന്നീട് സ്വതന്ത്രനാവുകയും ഇടതുപക്ഷത്തേക്ക് പോവുകയും DMK-യിലേക്ക് പോകാൻ വേണ്ടി പോയിട്ട് അവിടെ തേഞ്ഞൊട്ടി വീണ്ടും DMK എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അവിടെ നിന്ന് തൃണമൂൽ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരു നേതാവായി മാറുകയും ചെയ്ത PV അൻവറിന് എന്തുമാകാം. അങ്ങനെയല്ല മുഹമ്മദ് റിയാസിന്റെ കാര്യം. മുഹമ്മദ് റിയാസ് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മണ്ഡലത്തിന്റെ, ബേപ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിന്റെ MLA ആണ്, ആ മന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിലകളിലെല്ലാം PV അൻവറിനേക്കാൾ എന്തുകൊണ്ടും ഒരു 10-25 പടി മുകളിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിനെയൊക്കെ ആവശ്യമില്ലാതെ കുട്ടികൾ വെല്ലുവിളിക്കുന്ന പോലെ ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ജയിച്ചാൽ മുട്ടയടിക്കും അല്ലെ മീശ പഠിക്കും എന്നൊക്കെ പറയുന്ന പോലുള്ള നാണം കെട്ട അഭിപ്രായ പ്രകടനമൊന്നും ഒരിക്കലും PV അൻവറിനെ പോലുള്ള ഇത്രയും മുതിർന്ന എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പം PV അൻവറിൻ്റെ വെല്ലുവിളികൾ ആരും കാര്യം ഒരു 80,000-ത്തിലധികം വോട്ടുകൾ ഇത്തവണ നേടുമെന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. തന്നെയല്ല, അതൊരു പാർട്ടി കോട്ടയാണെന്നേ. അവിടെ PV അൻവർ കൊണ്ട് ഇറക്കി കളിക്കുന്ന വർഗീയ കാർഡൊന്നും അവിടെ ഏശത്തില്ല. കോലീബി സഖ്യം പോലും നട്ടല് നിവർത്തി നേരെ നിന്നിട്ട് പോലും അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ PV അൻവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മരുമോനിസവും പിണറായിസം പോലുള്ള സംഗതികളൊന്നും ആ കാലത്തിൽ വേവാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഫ്രീ ലെഫ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഫ്റ്റോ എന്ന് എന്ത് വേണേലും ആവാം, റിയൽ ലെഫ്റ്റോ ഏത് തരം രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിലും PV അൻവറിന് രൂപീകരിക്കാം. ഏത് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കൃമികീടങ്ങളെ എടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ പാർട്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ PV അൻവറിനെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് പോലും ഭാവിയിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ളൊരു വസ്തുത എപ്പോഴെങ്കിലും ഈ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. കാരണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, വളരെ എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം, സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവിനെയാണ്. PJ ജോസഫിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മോൻസ് ജോസഫുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടിട്ടാണ് ഈ പറയുന്ന സജി മഞ്ഞക്കടമ്പിൽ അവിടെ എന്തോ വലുത് വിളമ്പി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് PV അൻവറിനൊപ്പം പോയത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സജി മഞ്ഞക്കടമ്പിലിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ ഒരവസ്ഥയിലാണ് നിലവിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വേദിയിൽ പോലും കണ്ടിട്ടില്ല, ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിനകത്ത് അടിയുറച്ച് നിന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു അധികപ്പറ്റു വരുന്ന ഒരു സീറ്റെങ്കിലും എടുത്ത് ഈ പറയുന്ന സജി മഞ്ഞക്കടമ്പിലിന് കൊടുത്തുകൊണ്ട് മത്സരിപ്പിച്ചേനെ. PV അൻവറിൻ്റെ കൂടെ പോയിട്ട് എന്താണ് കിട്ടിയത്? അപ്പം ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു, ഇടതുപക്ഷമൊന്നും മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് അർഹമായത് നിങ്ങളെ തേടി വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ബ്രാഞ്ചിൽപ്പെട്ടവരോ മറ്റോ ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ പ്രാദേശികമായ
എന്തെങ്കിലും തർക്കം കൊണ്ട് ഒരുപക്ഷെ ഫ്രീ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക റിയൽ ലെഫ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മാത്രം വേണമെങ്കിൽ പി വി അൻവറിന് കൊണ്ടു നടക്കാം എന്ന് മാത്രം. അല്ലാതെ വലിയ നേതാക്കന്മാരെ പാർട്ടിയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്ന ഒരു മൗഢ്യം കലർന്ന ഒരു ചിന്താഗതി പി വി അൻവർ മാറ്റിയേ മതിയാകൂ. ബാലിശമായ കളിയല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം കുറച്ചുകൂടെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഏതൊരാൾക്കും ഏത് രീതിയിലും ചാടി വലിഞ്ഞ് നിൽക്കാൻ പറ്റുന്നതൊന്നുമല്ല. മലബാറിൻ്റെ പി സി ജോർജ് എന്നാണ് ഇപ്പം അങ്ങ് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ പി വി അൻവറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി കാണുക, കോമാളി കളിക്കാൻ നിൽക്കാതിരിക്കുക എന്നാണ് പി വി അൻവറിനോട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.